നമസ്കാരം. 2026 തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണിയിൽ ഏറ്റവും വലിയ ചർച്ചയ്ക്കിടം നൽകുന്ന കേരളത്തിലെ അപൂർവം മണ്ഡലങ്ങളിൽ ഒന്നാണ് കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂർ. ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റിയും അതിരമ്പുഴ ആർപ്പുക്കര പഞ്ചായത്തുകളും UDF ഭരിക്കുമ്പോൾ നീണ്ടകര, ഐമനം, കുമരകം, തിരുവാർപ്പ് പഞ്ചായത്തുകൾ LDF ഭരണത്തിന് കീഴിലാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം കേരള കോൺഗ്രസ് മത്സരിക്കുന്ന ഈ മണ്ഡലം UDFനെ സംബന്ധിച്ച് തോൽവി ഉറപ്പിക്കുന്ന ആദ്യത്തെ മണ്ഡലങ്ങളിൽ ഒന്നാണ്. പക്ഷെ ഏറ്റുമാനൂരിൽ UDFന് വിജയിക്കാൻ കഴിയുന്ന സാഹചര്യങ്ങളും കാരണങ്ങളും ധാരാളമുണ്ട്. പക്ഷേ ഘടകകക്ഷി പ്രീണനത്തിനിടയിൽ ഒരു മണ്ഡലം മാറ്റിവെക്കൽ ചർച്ച എത്രത്തോളം സജീവമായി കാണാൻ UDFന് സാധിക്കും എന്നുള്ളിടത്താണ് സത്യത്തിൽ ഈ മണ്ഡലത്തിന്റെ വിജയപരാജയങ്ങൾ നിശ്ചയിക്കപ്പെടുന്നത്. പുതിയ നിയമസഭാ മണ്ഡലം നിലവിൽ വന്നതിനു ശേഷം ഒറ്റത്തവണ പോലും UDFന് വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത ഈ മണ്ഡലത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള മാറ്റം ഉണ്ടാകണമെങ്കിൽ അത് സീറ്റ് കോൺഗ്രസിന് നൽകുക എന്ന ഒറ്റ പോംവഴി മാത്രമാണ് ഉള്ളതെന്ന് ഈ നാട്ടിലെ പ്രധാനപ്പെട്ട ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകന്മാർ തന്നെ പറയുന്നു. ഈ കാര്യം ഒരു പരിധിവരെ കേരള കോൺഗ്രസും അംഗീകരിച്ചിട്ടുള്ളതാണ്. തുടർച്ചയായി തോൽക്കുന്ന ഒരു സീറ്റ് ലഭിക്കുന്നതിന് പകരം ജയിക്കാൻ സാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥി അത് കോൺഗ്രസിൽ നിന്നാണെങ്കിൽ പോലും അവർക്കത് നൽകുക എന്നൊരു തീരുമാനം ഉള്ളുകൊണ്ട് കേരള കോൺഗ്രസിന്റെ പ്രാദേശിക നേതാക്കന്മാരും ഏറ്റെടുത്തിട്ടുള്ളതാണ്. കഴിഞ്ഞ തവണ സീറ്റ് നൽകാത്തതിന്റെ പേരിൽ ദീർഘകാലം മഹിളാ കോൺഗ്രസിനെ നയിച്ച KPCC ഭാരവാഹിയായിരുന്ന ലതിക സുഭാഷ് പാർട്ടിയിൽ നിന്ന് രാജിവെച്ചതും KPCC ഓഫീസിന് മുന്നിലിരുന്ന് തലമുണ്ടനം ചെയ്തതുമെല്ലാം വലിയ വാർത്തയായിരുന്നു. വിജയസാധ്യതയുള്ള ഒരു മണ്ഡലത്തിൽ യഥാർത്ഥത്തിൽ കോൺഗ്രസ് പ്രവർത്തകരും നാട്ടുകാരും ആഗ്രഹിക്കുന്നത് കൈപ്പത്തി ചിഹ്നത്തിൽ ഒരാൾ മത്സരിക്കുക എന്നുള്ളതാണ്. ക്രൈസ്തവ, ഈഴവ വിഭാഗങ്ങൾക്ക് ശക്തമായ വേരോട്ടമുള്ള ഈ മണ്ഡലത്തിൽ ആ വിഭാഗങ്ങളെ കണ്ടുകൊണ്ട് തന്നെയാണ് സ്ഥാനാർത്ഥികളെ ഇരു മുന്നണികളും എല്ലാ കാലത്തും പ്രഖ്യാപിച്ചിട്ടുള്ളത്. PN വാസവനും പ്രിൻസ് ലൂക്കോസും ഒക്കെ സ്ഥാനാർത്ഥികളായതും അതേ ഗണങ്ങൾ പരിശോധിച്ച് തന്നെയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വാസവന്റെ ഭൂരിപക്ഷം 13,000-ന് മുകളിലായിരുന്നു. അപ്പോഴും ശക്തമായി ഉയർന്ന ഒരു ചോദ്യം, എന്തുകൊണ്ട് ഈ മണ്ഡലം മുസ്ലിം, ക്രൈസ്തവ, ഹിന്ദു വോട്ടുകൾ ഏകീകരിക്കാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയെ രംഗത്ത് കൊണ്ടുവരാൻ സാധിക്കത്തക്ക രീതിയിൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി ആന്റോ ആന്റണിക്ക് കിട്ടിയ ഭൂരിപക്ഷം 8,000-ലധികമായിരുന്നു ഈ മണ്ഡലത്തിൽ. ഇത് കാണിക്കുന്നത് കൈപ്പത്തി ചിഹ്നത്തിന്റെ പ്രത്യേകത തന്നെയാണ്. തുഷാർ വെള്ളാപ്പള്ളി പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ അവിടെ SNDP യൂണിറ്റുകൾ VDJS ഘടകങ്ങളെ പോലെ പ്രവർത്തിച്ചതും മറ്റു ചില ഘടകങ്ങളും BJPയുടെ വോട്ട് വർധനവിന് ഈ മണ്ഡലത്തിൽ ഇടയാക്കിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ അതേ VDJS കോട്ടയം ഘടകമാണ് BJPയുടെ ഘടകകക്ഷി സ്ഥാനത്ത് നിന്ന് മാറണമെന്ന പ്രമേയം അവതരിപ്പിച്ചിരിക്കുന്നത്. കേരള കോൺഗ്രസിൽ നിന്നും കോൺഗ്രസ് ഈ സീറ്റ് മത്സരിക്കാൻ വേണ്ടി തിരിച്ചു വാങ്ങിയാൽ ആരാകണം സ്ഥാനാർത്ഥി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. കഴിവും പ്രസരിപ്പുമുള്ള ഒരു സംസ്ഥാന നേതാവിനെ കൊണ്ടുവന്ന് നിർത്തണോ, അതോ കർമ്മശേഷിക്കും പ്രാദേശിക സാന്നിധ്യവുമുള്ള നേതാവ് മത്സരിക്കണോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. കോട്ടയം DCC പ്രസിഡന്റ് ആയിട്ടുള്ള തൊട്ടടുത്ത മണ്ഡലത്തിൽ സ്ഥിരതാമസക്കാരനായിട്ടുള്ള ശ്രീ നാട്ടകം സുരേഷ് മത്സരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മണ്ഡലമാണ് ഏറ്റുമാനൂർ. ദീർഘനാളായി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്ന നിലയിൽ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ വളരെ സക്രിയമായി നടത്തിയിട്ടുള്ള പാരമ്പര്യം അദ്ദേഹത്തിനുണ്ട്. പക്ഷെ അദ്ദേഹത്തെ സംബന്ധിച്ച് ചില പോരായ്മകളുണ്ട്. കാരണം അദ്ദേഹം ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും വിശ്വസ്തനായിരുന്ന ചെറുപ്പക്കാരനായ കോട്ടയം ജില്ലയിലെ ഒരു നേതാവായിരുന്നു. ഉമ്മൻചാണ്ടിക്ക് ശേഷം അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഗോഡ് ഫാദർ അവിടെ നിന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. നിരവധിയായിട്ടുള്ള വൻ പുലികൾ ഒളിഞ്ഞിരിക്കുന്ന ഒരു ജില്ലയിൽ കരുതലോടെ പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളത് അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിത്വം ലഭിക്കാനുള്ള ഒരു ഘടകം തന്നെയാണ്. അതുപോലെ പ്രാദേശിക രംഗത്ത് തിളക്കമാർന്ന പ്രവർത്തന പരിചയവും ആത്മബന്ധമുള്ള നേതാവാണ് ശ്രീ G. ഗോപകുമാർ. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റായി ഇദ്ദേഹം കോട്ടയംകാർക്ക് സുപരിചിതനാണ്. ഗ്രാമീണ വികസന ബാങ്ക് പ്രസിഡന്റ് കൂടിയാണ് ഇദ്ദേഹം. നേരത്തെ CPMന്റെ കോട്ടയിൽ തന്നെ DIC ഉണ്ടായിരുന്ന കാലത്ത് ജില്ലാ പഞ്ചായത്തിൽ മത്സരിച്ച് ഗംഭീര പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചതും ഈഴവ സമുദായമാണെന്ന ഘടകവും
ആദർശ വിശുദ്ധിയും അദ്ദേഹത്തെ പരിഗണിക്കുന്നതിൽ മുതൽക്കൂട്ടാവും. അതുമല്ലെങ്കിൽ സംസ്ഥാന തലത്തിലുള്ള മറ്റേതെങ്കിലും ഒരു നേതാവിനെ ഏറ്റുമാനൂർ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുന്നതിനെ കുറിച്ചും നേതൃത്വം ചിന്തിക്കാൻ ഇടയുണ്ട്. പ്രത്യേകിച്ച് ഈഴവ സമുദായത്തിന്റെ മേൽവിലാസം പേറി നടക്കുന്ന നിരവധി നേതാക്കന്മാർ സംസ്ഥാന രാഷ്ട്രീയത്തിൽ തന്നെയുണ്ട്. കേരളത്തിൽ ഒരു കാലഘട്ടത്തിൽ ശക്തമായ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ചുക്കാൻ പിടിച്ച ശ്രീ ശരത്ചന്ദ്ര പ്രസാദിനെ പോലുള്ള ആളുകൾക്ക് തിരുവനന്തപുരത്ത് മത്സരിക്കാൻ സീറ്റുണ്ടെങ്കിലും ജയിക്കാനുള്ള സീറ്റ് താരതമ്യേന കുറവാണ്. ശരത്ചന്ദ്ര പ്രസാദിനെ പോലുള്ള ഉന്നതരായ സംസ്ഥാന നേതൃത്വത്തിൽ സജീവമായി ദീർഘകാലമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഏറ്റുമാനൂരിൽ വരണം എന്ന അഭിപ്രായക്കാരും ഞങ്ങളുടെ മുമ്പിൽ ചില അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും ഏറ്റവും മുന്തിയ പരിഗണന സത്യത്തിൽ ഗോപകുമാറിനും നാട്ടകം സുരേഷിനും തന്നെയാണ്. ഈ കൂട്ടത്തിൽ നിന്ന് ആർക്കാണ് വിജയസാധ്യത കൂടുതൽ എന്നുള്ളത് പരിശോധിച്ച് കോൺഗ്രസ് ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചാൽ 2026 മുമ്പുള്ള ഒരു വർഷക്കാലം വളരെ സക്രിയമായി പ്രവർത്തിക്കാൻ അവർക്ക് സാധിക്കും. അത് ഗുണകരമായ നേട്ടം സ്വാഭാവികമായും ഈ മണ്ഡലത്തിൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാക്കി ഉണ്ടാക്കുകയും ചെയ്യും.